നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം പറയാൻ പോകുന്നത് വല്ല തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യമായിട്ട് എടുക്കുന്നതാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിശ്വാസികൾക്ക് മാത്രമാണ് ഈ വീഡിയോ. വിശ്വാസമില്ലാതെ സ്കിപ്പ് ചെയ്ത് പോവുക. ഈ ഭൂമിയിലെ നമ്മുടെ ഈ ലോകത്തിലെ ഈ ശുദ്രപ്രയോഗങ്ങൾ അഭ്യർത്ഥിക്കുന്നതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു സിമ്പിൾ ഞാൻ തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഒരു ശുദ്ധിപ്രയോഗം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, പിന്നെ ക്ഷീണങ്ങൾ, ശരീരത്തിന് ക്ഷീണങ്ങൾ, എന്ത് ചെയ്താലും ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വല്ലാതെ സന്ധ്യ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ആട്ടുമൂട്ടൻ്റെ ഒക്കെ ഒരു മൂത്രത്തിന് സ്മെല്ലുകൾ, അതുകൂടാതെ പിന്നെ നമുക്ക് ഈ സിഗരറ്റൊക്കെ വലിക്കുന്നതിൻ്റെ അതിൻ്റെ സ്മെല്ലുകൾ, പിന്നെ വല്ലാത്തൊരു ബാക്ക് സ്മെല്ല്, നല്ല ചീഞ്ഞ സ്മെല്ലുകളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അടിക്കും. ഇതാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് ഉണ്ടാകുന്നത്. പിന്നെ വീട്ടിലെപ്പോഴും നമുക്ക് ഒരലമ്പ്, വഴക്കുകൾ, ഏത് സമയം ഒരു വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുകയാണ്. അതാണ് കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന സംഭവങ്ങൾ. പിന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതൽ വരാതിരിക്കുന്നത് നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മളുള്ള പ്രാർത്ഥന, നമ്മൾ ഏത് ജാതിയിലോ മതത്തിലോ വിശ്വസിക്കുന്നവർ അതിൻ്റെതായ നമ്മളൊരു പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഒരു പരിധി വരെ താങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എങ്കിലും നമ്മളിലേക്ക് വലിയ വിശ്വാസമില്ല, നമ്മൾ ഇതൊന്നും കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ പറയുമ്പോൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ല. പക്ഷേ എങ്കിലും നമ്മളിത് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ചിന്തിക്കുക. പിന്നെ പ്രത്യേകിച്ച് ചിലർക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് വരിക, അതായത് രോഗങ്ങളായിട്ട്. ചിലപ്പോൾ നമുക്ക് കാലിൽ വേദന, കൈക്ക് വേദന, നമ്മുടെ മുട്ടിന് വേദന, അത് കൂടുതലായിട്ട് നമുക്കിങ്ങനെ ആഭിയാത്യങ്ങൾ ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നമുക്കിങ്ങനെ ക്ഷീണമുള്ള പ്രയാസം, അസുഖം, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ മരുന്ന് കഴിക്കുക എന്തെങ്കിലും ചെയ്യുക. നമ്മൾ മരുന്നൊക്കെ മേടിച്ച് നമ്മൾ ഒന്നോ രണ്ടോ ഡോക്ടറെ കണ്ടിട്ട് പോലും മാറാതിരിക്കുമ്പോൾ സമയത്ത് നമ്മൾ ഇതിന്റെ കാര്യം എന്താ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം നമ്മൾ നോക്കുക. ഇതിന്റെ പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ, നമ്മുടെ കാലിലെ മസിൽസിന് വേദന ഉണ്ടാകുക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുട്ടുകാല്, കൈകാലുകൾക്ക്, പിന്നെ നമ്മുടെ നടുവിന് നേരെ സെറിൽ വേദന ഉണ്ടാകുക, വയറ്റിൽ ഗ്യാസ് പോലെ വെച്ചത് കിട്ടുക, തലയ്ക്കകത്ത് പെരുപ്പ്, സ്ത്രീകളാണെങ്കിൽ അവരുടെ മുടി ഒഴിയുക, ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാകുക. അപ്പൊ നമ്മൾ ആദ്യമേ നമുക്ക് അസുഖമാണെങ്കിൽ നമ്മൾ മരുന്ന് മേടിച്ച് നോക്കും. നോക്കി മാറിയില്ലെങ്കിൽ മാത്രം നമ്മൾ അടുത്ത മാർഗങ്ങൾ നോക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്കിത് മാറിയില്ല, അസുഖം ആയിട്ട് മാറിയില്ലെങ്കിൽ, നമ്മൾ മരുന്ന് മേടിച്ചിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അടുത്തുള്ള ഒരു പ്രാർത്ഥനക്കാരോ അല്ലെങ്കിൽ ജ്യോതിഷനോ അല്ലെങ്കിൽ നല്ല അറിയാവുന്ന ഒരു ആരെങ്കിലും, നമുക്ക് ഒരു ആത്മീയമായിട്ടുള്ള ആൾക്കാരെ പോയി കണ്ട് അവരുമായിട്ട് സംസാരിക്കുക. ഒന്നെങ്കിൽ പ്രാർത്ഥന സംബന്ധമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ മാർഗങ്ങൾ, ഇതിനെപ്പറ്റി മാർഗങ്ങളുണ്ട്. നമ്മൾ നേരായ മാർഗത്തിലൊക്കെ പോയി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇതിനകത്ത് കാര്യങ്ങൾ നടക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും. എല്ലാ മറ്റും ഞാൻ ഈ പറഞ്ഞതുപോലെ പിന്നെ പ്രാർത്ഥനക്കാരെ അല്ലെങ്കിൽ നമ്മൾ കൗൺസിലറെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കണ്ടമാനമായിട്ട് നമുക്ക് കയറി വന്നാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രാർത്ഥനകളൊക്കെ മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അതായത് മറ്റുള്ള കാര്യങ്ങൾ, ഈ മംഗളമായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. നമ്മളിത് നോക്കുക. അപ്പൊ നമ്മൾ ഒരാളെ കണ്ടത് മാറ്റമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നല്ലൊരാളെ കണ്ട് നമ്മളത് നോക്കണം. അല്ലാതെ നമ്മൾ ഒരാളെ തന്നെ നമ്മൾ സ്വാധീനിക്കരുത്. നമുക്ക് ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ നോക്കിയിട്ട് അത് മുന്നോട്ട് പോകണം. നമ്മളിപ്പോൾ എന്താ ഈ പറയാം, ഈ ഭൂമിയിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളിവിടെ ഉണ്ടാകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ആൾക്കാർ ഓടി നടക്കുകയാണ്. എവിടെ നിന്നാണ് ഇത് മാറുന്നത്, എങ്ങനെയാണ് ഇത് മാറുന്നത്, ആർക്കും ഒരു ഗത്യന്തരമില്ലാതെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. എല്ലാ വീട്ടിലും ഓരോരോ പ്രശ്നങ്ങൾ. ഒന്നെങ്കിൽ മദ്യപാനത്തിനായിട്ട് അടിമയായിട്ട്, മദ്യപാനത്തിന് നമ്മുടെ ആൽക്കഹോളിന് അടിമയായ ആൾക്കാരുണ്ട്. അതല്ലാതെ തന്നെ പെട്ടെന്ന് ഒരു മദ്യം കുടിച്ചെന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കുക, ഭാര്യയും ഭർത്താവും വല്ലാത്ത ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഉണ്ടാകുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക. ഇതിന്റെ ആദ്യത്തെ ഒരു പ്രത്യേകത എന്താ, ആദ്യം ചിലപ്പോൾ ഒരു ചെറിയ ഒരെണ്ണോ സ്മോൾ കഴിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ അത് കൂടി വരും. കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ പിന്നെ അലമ്പുകൾ, വഴക്കുകൾ, പിന്നെ വീട്ടിലെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് ഭയങ്കര വിഷയങ്ങൾ, പിന്നെ ദേഹോദരങ്ങളാകുക. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അതിന്റെ മാർഗം എന്താ, നമുക്ക് ഈ ശത്രുദോഷം, ഇപ്പം ശത്രുദോഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾ ഇപ്പം നമുക്ക് ശുദ്രപ്രയം വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. അതല്ലാതെ തന്നെ പോലും നമുക്ക് ഈ നാവ് കൊണ്ടുള്ള ദോഷങ്ങൾ, അതായത് ഒരാൾ പറയാ കൊള്ളാലോ, നിങ്ങളുടെ കുടുംബമൊക്കെ സന്തോഷം പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ചില നാവ് ദോഷങ്ങൾ ഉണ്ടായാലും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വരത്തുപോകുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പറയുന്നത്, അങ്ങനെയുള്ള പരിപാടി നമ്മുടെ വീടിന്റെ അയൽപ്പക്കത്ത് ഇങ്ങനെയുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് വീട്ടിൽ പോലും ഉണ്ടാവും. പിന്നെ നമ്മുടെ വീടിന്റെ സ്ഥാനം തെറ്റിക്കിടക്കും. ഈ സ്ഥാനങ്ങളും
തെറ്റിക്കിടക്കുന്ന ഭാഗത്ത്, അതായത് സ്ഥാനം നോക്കി വര പണിതാലും ചില ഭാഗത്ത് എത്ര സ്ഥാനം നോക്കി വര പണിതാലും ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുക. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്ത് നല്ലൊരു ആൾക്കാരെ കണ്ടത് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ അതിന് മാറ്റം ഉണ്ടാകുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ മാറിപ്പോകുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ആദ്യമേ നോക്കുക, നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു എനിക്ക് വാസ്തു അറിയാവുന്നവരെ എല്ലാവരും വിളിച്ച് നമ്മളെ വീടിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുക. നോക്കി അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. എടുത്ത് നോക്കി അതിനകത്ത് ഒരു മാറ്റം ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഉടനെ ഒരു മാറ്റം വരികയില്ല. നമുക്കൊരു മാറ്റം വരുന്നത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് മാറ്റുക. മാറി ഒരാളെ കൊണ്ട് മാറിയില്ലെങ്കിൽ അടുത്ത ആളെ നോക്കി ഒന്ന് നോക്കുക. അങ്ങനെ 1-2 പ്രാവശ്യം നോക്കുക. പിന്നെ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേർച്ച കൊണ്ടുള്ളതൊക്കെ കണ്ട് അതിന് തീരുമാനിക്കുക. ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവര് നമുക്ക് നല്ലൊരു വിശ്വാസം പ്രമാണവും സർവ്വസ്വനായ പിതാവൊക്കെ ചൊല്ലി നല്ല രീതിയിലേക്ക് മുന്നോട്ട് നീക്കി നല്ല പ്രാർത്ഥനയൊക്കെ കണ്ട് അച്ഛന്മാരെയൊക്കെ കണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുക. നല്ല വൈദ്യന്മാരെയൊക്കെ നല്ല നല്ല വൈദ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലവരാണ്, മോശമാണ് നല്ല പറഞ്ഞു. ആത്മീയമായിട്ട് കൂടുതൽ വളർച്ചയുള്ള ധ്യാനഗുരുക്കന്മാർ അങ്ങനെയുള്ള ആൾക്കാരെ പോയി കണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്ത് അതിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ ഇതേപ്പറ്റി ഞാൻ കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ എൻ്റെ ആദ്യമായിട്ട് വികലിയാണ്. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് നമുക്ക് എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ഇങ്ങനെ സഹകരിക്കുക. ഒരു വീട്ടിലേക്ക് പ്രത്യേകിച്ചൊരു മണം വരുക അല്ലെങ്കിൽ മറ്റുള്ള സിമ്പിൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, കൂടുതൽ നമ്മളത് അതേപ്പറ്റി ശ്രദ്ധിച്ച് നമ്മളിപ്പം ഒരു മാറ്റങ്ങൾ വന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിപ്പോൾ അതിന്റെ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ടുള്ള കമന്റ് ഇടുക. പിന്നെ വീണ്ടും പറയാതെ ഇതിനകത്ത് വിശ്വാസമുള്ളവർ മാത്രമേ ഇതിനകത്തോട് വാക്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, കമന്റ് ഇടുക. അപ്പൊ അതിന് മറുപടിയായിട്ട് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ.